എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. വീഗാഡിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് നമ്മളിന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് 1 മിനിറ്റ് വർക്ക് ചെയ്തിട്ട് ഓഫായി പോകും. പിന്നീട് ഇത് വർക്ക് ചെയ്യത്തില്ല കുറച്ച് നേരത്തേക്ക്. പിന്നെ നമ്മുടെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഓണാവും, വർക്ക് ചെയ്യും, 1 മിനിറ്റ് വർക്ക് ചെയ്യും, അങ്ങ് ഓഫായി പോകും. ഇതാണ് ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ പ്രോബ്ലം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഈ വരുന്നതെന്ന്, ഇത് ഒട്ടുമിക്ക ഇൻഡക്ഷൻ കുക്കറുകളിലും ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഈ രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിൽ 1 മിനിറ്റിന് ശേഷം ഇത് ഓഫായി പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ 1 മിനിറ്റിന് ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിയിലുള്ള ടെമ്പറേച്ചർ വന്നതിന് ശേഷമോ ഇത് ഓഫായി പോകാറുണ്ട്. ഒരുപാട് കംപ്ലയിൻറ്റുകൾ അങ്ങനെ വരാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള PCBയിൽ ഓവർ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അത് എന്തുകൊണ്ടാണ് ഓവർ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടിട്ടാണ് ഇതിനകത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം എന്തെന്ന്. അപ്പോൾ നമുക്ക് ഇത് റിപ്പയർ ചെയ്യാനുള്ള ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ഇൻഡക്ഷൻ കുക്കർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഹീറ്റിംഗ് കോയിൽ ഇരിക്കുന്ന സ്ക്രൂ ചെയ്ത് വെക്കുന്ന പോർട്ട് ഒടിഞ്ഞ് ഇത് അങ്ങ് അകത്തായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഇത് സീരിയലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഇൻഡക്ഷൻ സ്റ്റൗ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നുന്നത് വരെയും നമ്മൾ ഇതിനകത്ത് പവർ കൊടുക്കുന്നത് ഒരു സീരിയൽ ബൾബ് കണക്ഷൻ കൊടുത്തിട്ട് വേണം. അപ്പോൾ ഞാനിപ്പോൾ സീരിയൽ ബൾബിലാണ് ഈ ഒരു പവർ, ഇതിൻ്റെ മെയിൻ പവർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഡിസ്പ്ലേയിൽ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഇത് പവർ ഓൺ ചെയ്യുന്നു. ഈ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഓണെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഫാന് വർക്ക് ചെയ്യുന്നില്ല, ഫാന് ഇളകിക്കിടക്കുകയാണ്. ഓക്കെ, ഈ ഫാനിൻ്റെ കണക്ഷനൊക്കെ ഇളകിക്കിടക്കുകയാണ്. ഇതൊന്ന് നേരെ വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫാന് കറങ്ങുന്നുണ്ട്. നേരത്തെ ആ ഫാന് കറങ്ങുന്നില്ലായിരുന്നു. അതായത് ഈ ഫാനിൻ്റെ ആ സ്ക്രൂ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ചൂടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ആ ഫാന് ഇളകി കിടന്നിട്ട് ഇത് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫാന് തന്നെയായിരുന്നു. ഫാന് വർക്ക് ചെയ്യാതിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് കോയിലൊന്ന് അഴിക്കാം. ഹീറ്റിംഗ് കോയിലിൻ്റെ സെൻസർ ഓക്കെ. പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു ഹീറ്റിംഗ് കോയിലായിരുന്നു. ഈ ഫാന് വർക്ക് ചെയ്യാതെ വരുന്ന സമയത്ത്, അതായത് ഇവിടെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഫാന് കൊടുക്കുന്നത് തന്നെ ഈ ഹീറ്റ് സിങ്ങിനെ കൂളി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹീറ്റ് സിങ് കൂളിങ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മിനിറ്റ് നേരം വെള്ളമോ മറ്റു കാര്യങ്ങളോ ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ IGBT നല്ല ഓവർ ഹീറ്റാവുന്ന സമയത്ത് ഇതിൻ്റെ IGBTയുടെ ആ ചൂട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനടിയിൽ ഒരു സെൻസർ വെച്ചിട്ടുണ്ടാവും. സെയിം ഇതുപോലുള്ള ഒരു സെൻസർ ഒരു ചെറിയൊരു കപ്പിനകത്താക്കി ഈ IGBTയുടെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഹീറ്റ് സിങ് നല്ല ചൂടായി വരും. അപ്പോൾ ഈ ഫാൻ ഉപയോഗിച്ച് അത് കൂളാക്കണം. ഇതിനകത്തൂടെ എയർ ഫ്ലോ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫാൻ ഉപയോഗിച്ച് അത് കൂളാവും. അപ്പോൾ ആ ചൂട് മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇത് ഓവർ ഹീറ്റഡ്, ഈ പ്രോസസ്സർ IC ഓവർ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്യുകയും ഇത് ഫുള്ളായിട്ട് മൊത്തത്തിലായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് കളയും. പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. ആ ഒരു ചൂട് തണുത്തതിന് ശേഷം, അത് കൺട്രോൾ ആയതിനു ശേഷം മാത്രമേ പിന്നെയും ഈ പ്രോസസ്സർ IC ചൂടാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു എല്ലാം പൊട്ടിപ്പോയത് കൊണ്ടിട്ടാണ്. ഈ ഫാന് വർക്ക് ചെയ്യാതിരിക്കുകയും പൊട്ടിപ്പോയിട്ട് ഇതിങ്ങനെ ഇളകി താഴോട്ട് വീണ് കിടക്കുകയായിരുന്നു. ഇങ്ങനെ താഴോട്ട് വീണ് കിടക്കുമ്പോഴത്തേക്കും ഇത് കറങ്ങത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നത്.
അപ്പോൾ നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാനിൻ്റെ ഈ കണക്ഷൻ ഇതിന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് പൊട്ടിപ്പോയിരിക്കുന്നത് കൊണ്ടിട്ട് അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വേറെ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് അത് ഇളകി പോവാതെ നല്ല രീതിയിൽ കറങ്ങാനുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക എന്നത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു സൊല്യൂഷൻ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ചൂടാകുന്ന ഒരു വർക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡക്ഷൻ സ്റ്റൗ തന്നെയാണ്. ഈ ഒരു പ്രശ്നം മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ റിപ്പയറിങ് ചെയ്യാനുള്ള വേറെ ഒരു കാര്യവും ഞാൻ ഇതിൽ കാണുന്നില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.